ചിങ്ങം പിറന്നതോടുകൂടി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന 3 നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർ രാജയോഗത്തോടുകൂടി ഇനി ജീവിക്കും. സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. സാമ്പത്തികമായി ഉന്നതിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ. അത് മറ്റാരുമല്ല, കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ്. ലഗ്നത്തിൽ കുജനും 6-ൽ രാഹുവും 7-ൽ ശനിയും 10-ൽ വ്യാഴവും 11-ൽ ശുക്രനും 12-ൽ ആദിത്യനും ബുധനും കേതുവും. ഇതാണ് ഇവരുടെ ഗ്രഹനില. ഈ ഗ്രഹനില പ്രകാരം ഏറ്റവും അധികം സമ്പന്നതയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയും. സാമ്പത്തിക അഭിവൃദ്ധി, ഒരുപാട് നേട്ടങ്ങൾ, ഒരു പുതിയ വീട് വയ്ക്കാനുള്ള യോഗം, വിദേശത്തേക്ക് പോകാനുള്ള യോഗം, തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള യോഗം, അങ്ങനെ പല രീതിയിലുള്ള യോഗങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത്. പുതിയ വീട്, പുതിയ വാഹനം, ഇതിനൊക്കെ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം. ഏതായാലും കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുമേൽ വന്നു ചേരും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സമയം. ഈ ഒരു ഭാഗ്യാനുഭവം ഇവരെ സംബന്ധിച്ച് 1 വർഷക്കാലം നിലനിൽക്കും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. വിദേശത്തേക്ക് പോകാനും വിദേശത്ത് നല്ലൊരു ജോലി സമ്പാദിക്കാനും, അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രമം നടത്തുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ കിട്ടുവാനുമൊക്കെ ഉള്ള യോഗം ഇവർക്കുണ്ട്. ഏതായാലും കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയം തന്നെയാണ്. ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവിക്ക് വഴിപാടുകൾ നടത്തുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ഇനി രാജയോഗത്തിൻ്റെ സമയമാണ്. ഗജകേസരി യോഗത്താൽ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. ഇത് കേൾക്കുന്നവർ ശംഭോ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചും ജാതകം, ഭാഗ്യ നമ്പർ ഇവ അറിയുവാനും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായും മറുപടി തരും. നന്ദി, നമസ്കാരം.